ഇ.പി. ജയരാജൻ വിവാദങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലസാധ്യതകളും ചർച്ച ചെയ്ത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ചർച്ചയായത് സിപിഎമ്മിനെ പ്രതിരോധത്തിലാഴ്ത്തിയിരുന്നു. ഘടകകക്ഷികളെ അടക്കം ഈ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമായിരുന്നു ഉയർത്തിയത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് ചേർന്ന സിപിഎം സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തത്. യോഗത്തിൽ ഇ.പി. ജയരാജൻ തന്റെ ഭാഗം വിശദീകരിച്ചു. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വിഷയത്തിൽ ഇന്ന് വൈകിട്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കും. യോഗത്തിൽ ഇക്കുറി 12 സീറ്റുകൾ വരെ ജയിക്കാനാകുമെന്ന വിലയിരുത്തലും സിപിഎം നേതൃത്വം പങ്കിട്ടു. ഭരണവിരുദ്ധ വികാരം പ്രചരണത്തിലൂടെ മറികടന്നെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. 2019 വെറും ഒരു സീറ്റിൽ മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, ആലത്തൂർ, പാലക്കാട്, തൃശൂർ, ഇടുക്കി, ചാലക്കുടി, പത്തനംതിട്ട, മാവേലിക്കര, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വിജയിക്കാനാകുമെന്നാണ് സിപിഎം പ്രതീക്ഷ. സംസ്ഥാനത്ത് ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായ വടകരയിൽ വോട്ട് കച്ചവടം നടന്നെന്ന ആശങ്കയും സിപിഎമ്മിനുണ്ട്. ബി.ജെ.പി. വോട്ട് കോൺഗ്രസ് വാങ്ങിയെന്ന ആശങ്കയാണ് നേതാക്കൾ പങ്കുവച്ചത്. അതേസമയം വടകര ഉൾപ്പെടെ 16 സീറ്റുകളിലാണ് യു.ഡി.എഫ് പ്രതീക്ഷ പുലർത്തുന്നത്. ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശൂർ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നിട്ടുണ്ടെന്ന് യു.ഡി.എഫ് വിലയിരുത്തുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് കുറഞ്ഞത് ഇരു മുന്നണികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ 6.57% കുറവായിരുന്നു ഇത്തവണ ഉണ്ടായത്. ഇക്കുറി 71.27% സംസ്ഥാനത്തെ പോളിംഗ് കുറയുന്നത് പൊതുവെ ഇടതുമുന്നണിക്ക് അനുകൂലമാകുന്നതാണ് സംസ്ഥാനത്തെ പ്രവണത. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ പ്രവണതകളെയെല്ലാം പാടെ തള്ളുന്നതായിരുന്നു ഫലം. അതുകൊണ്ട് തന്നെ ഫലം ആർക്കനുകൂലമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഫലം എന്താകുമെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കാം. അതേസമയം ജയരാജൻ വിഷയത്തിൽ സിപിഎം നിന്ന് കത്തുകയാണ്. പിണറായി വിജയന്റെയും സിപിഎമ്മിന്റെയും സഞ്ചരിക്കുന്ന രഹസ്യങ്ങളുടെ ബോംബാണ് ഇ.പി. ജയരാജൻ. ആ ബോംബ് പൊട്ടിത്തെറിച്ചാൽ താൻ നിലം പൊത്തുമെന്ന് പിണറായി വിജയനും പാർട്ടി തന്നെ നിലംപരിശാകുമെന്ന് നേതൃത്വത്തിനും പ്രത്യേകിച്ച് എം.വി. ഗോവിന്ദനും നന്നായി അറിയാം. സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഇ.പി. ജയരാജന് നേരത്തെ അറിയാമായിരുന്നു. സിപിഎമ്മിന്റെ ഫണ്ട് റൈസർ എന്ന ഓമനപ്പേരുള്ള ഇ.പി. ജയരാജൻ തിരുവാ തുറന്നാൽ പലതും നഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്ക് അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി എന്ന വഴി പിണറായിയും പാർട്ടിയും പിറകിലോട്ടൊളിപ്പിച്ചത്. എന്നാൽ തനിക്കൊന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസം വിവാദങ്ങൾക്കിടയിൽ ഇ.പി. ജയരാജൻ പുലർത്തിയിരുന്നു. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും ഇ.പി.യെ സിപിഎം വിടാതെ ചേർത്ത് പിടിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ.